ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹർഷൽ ബൈദി. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് 2 ഹൈഡ് ആൻഡ് സീക്ക് ആവശ്യമുണ്ട്. 2 പേരുടെ ഹൈഡ് ആൻഡ് സീക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ഇതുപോലെ പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഞാൻ 2 ടൈപ്പ് കേക്കായിട്ടാണ് ചെയ്യുന്നത്. ചെറിയ 2 പാത്രത്തിൽ 2 ടൈപ്പ്, അതായത് നോർമൽ ഒന്ന്, നമ്മൾ ബേക്കിംഗ് സോഡ ഒന്ന് ആഡ് ചെയ്യാത്ത ഒരു കേക്ക്, ഒന്നിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് നല്ല സ്പോഞ്ച് പോലുള്ള ഒരു കേക്ക്, അങ്ങനെ 2 ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 പാത്രത്തിലേക്കുള്ള ബാറ്ററാണ് റെഡി ആക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പാലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 2 ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫസ്റ്റ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാത്തത് ബട്ടറൊക്കെ തേച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഹോട്ട് പോട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് അത് വെന്ത് കിട്ടും. ഇത് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാത്ത നോർമൽ കേക്കാണിത്. നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഷൂട്ടൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഒറ്റക്കൈ കൊണ്ടാണ് തിരിച്ച് വയ്ക്കുന്നത്. പിന്നെ ചെറിയ കേക്കായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് കമഴ്ത്തി വെച്ച് ബട്ടറൊക്കെ തേച്ചതുകൊണ്ട് ഈസി ആയിട്ട് സംഭവം പോകുന്നുണ്ട്. ഇങ്ങനെ അടിയൊട്ടി പിടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയൊരു കേക്കാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊരു 2 പേർക്കൊക്കെ ചോക്ലേറ്റ് കേക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ഇത്. മറ്റേ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ വിണ്ടൊക്കെ പോയത്. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അലങ്കോലപ്പണികളുണ്ട്. അതിനായിട്ട് ഞാൻ ഡയറി മിൽക്ക് സിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ പകുതിയാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഒരു പഞ്ഞിക്ക് ഞാൻ ബദാം പൊടിച്ച് മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പോഞ്ച് കേക്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ നമ്മൾ കുറച്ചുകൂടി പാലും കൂടെ ചെയ്തിട്ട് സിറപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അത് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഹോളൊക്കെ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഇഷ്ടം പോലെ എങ്ങനെയാണോ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി മറ്റേ കേക്ക് ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുക, ബദാം ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. കേക്ക് രണ്ടും റെഡി. ഈ കേക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉള്ള ഐറ്റംസുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.